ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കുകയാണ് താരങ്ങൾക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. അതിനിടെ അമ്മ നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഈ യോഗം മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യമാണ് ഇതിന് കാരണം. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുമ്പോൾ ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. മാറ്റം അനിവാര്യമെന്ന് WCCയും പ്രതികരിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനത്ത് വനിതയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. നവമി ദിനേശിലേക്ക്. നവമി, സിദ്ദിഖിന്റെ രാജിയെ തുടർന്ന് ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ബാബുരാജിനെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയില്ല. ഈ ഇത്തരം പുതിയ പുതിയ ആരോപണങ്ങളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നാളെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. അതിലൊന്ന്, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട സിദ്ദിഖ് രാജിവെക്കുന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി ആരെ പരിഗണിക്കണം, ഇതിൽ തീരുമാനമെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് നടന്മാർക്കുമെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ മിനിറ്റ് കഴിഞ്ഞും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് അമ്മ സ്വീകരിക്കേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നാളെ എക്സിക്യൂട്ടീവ് യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അത് പ്രസിഡന്റായ മോഹൻലാലിന്റെ അസൗകര്യം കാരണം അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെയാണ് മോഹൻലാൽ ഇത് മറ്റംഗങ്ങളെ വിളിച്ചറിയിച്ചത്. തനിക്ക് ചില ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചെന്നൈയിലെ ആശുപത്രിയിലാണ്, അതുകൊണ്ട് നാളെ എത്താൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ എത്തിയാൽ മാത്രമേ യോഗം ചേരാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേരണമെന്ന് മറ്റംഗങ്ങൾ നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി എന്നാണ് യോഗം ചേരുക എന്നത് ഉടനെ തന്നെ നമുക്കറിയാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇന്നലെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് പിന്നാലെ ജോയിന്റ് സെക്രട്ടറി ആയ ബാബുരാജിനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഒരു താൽക്കാലിക ചുമതല നൽകിയിരുന്നത്. അങ്ങനെ ഇന്നലെ രാവിലെ സിദ്ദിഖിന്റെ രാജിയെ തുടർന്ന് താൽക്കാലികമായി ചുമതലയേറ്റ ബാബുരാജ് ഒരു ഓൺലൈനിലും മറ്റംഗങ്ങളുമായൊക്കെ യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ബാബുരാജിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിലും ഇനി എന്ത് തീരുമാനമായിരിക്കും അമ്മ എടുക്കുക, അല്ലെങ്കിൽ ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാൻ യോഗ്യനായ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് താരങ്ങളുടെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. 10-ാം തീയതി ഇനി ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാം, അല്ലെങ്കിൽ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടാം എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവുണ്ടായാൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് താരങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല താരങ്ങളുടെയും പേരുകൾ ഓരോ നിമിഷം കഴിയുന്തോറും പുറത്തു വരുന്ന സാഹചര്യത്തിൽ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംഘം പറയുന്നത് തീർച്ചയായും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ അമ്മ സംഘടന നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നവമി, ഈ ജനറൽ സെക്രട്ടറി ആരാകും എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം ഈ ആരോപണ വിധേയരായിട്ടുള്ള ആരെങ്കിലും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ രാജിക്കുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ WCC ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ WCC വനിതാ പ്രവർത്തകർ അവരൊരു മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ? അതല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന രീതിയിൽ പുതിയ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഒരു വനിതയെ പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
ടോം, ഇപ്പോൾ ആരോപണ വിധേയനായ ബാബുരാജ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. മറ്റുള്ളവർ ഈ ടൊവിനോ അടക്കമുള്ള താരങ്ങൾ, ഒപ്പം ഹൻസിബ, ജോമോള്, അനന്യ പോലുള്ള ആളുകളാണ്, വിനു മോഹനെ പോലുള്ള താരങ്ങളാണ് മറ്റുള്ളവർ. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തുള്ളതാണ്. പക്ഷെ ബാബുരാജ് സ്ഥാനം മാറണമെന്നോ അല്ലെങ്കിൽ രാജിവെക്കണമോ എന്ന തരത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പോഴും ഈ സംഘടനയിലുള്ളവർ ഉയർത്തിയിട്ടില്ല. പക്ഷെ വരും മണിക്കൂറിൽ നമുക്ക് അതും പ്രതീക്ഷിക്കാം, അതും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, ഒരു വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വനിതാ പ്രതിനിധി തന്നെ, ഒരു നടി തന്നെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇങ്ങനെ തുടരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആദ്യം ഇടവേള ബാബു, അതിനുശേഷം 1.5 മാസമായതേ ഉള്ളൂ സിദ്ദിഖ് അധികാരത്തിലെത്തിയത്. അതിനുശേഷം ആരോപണ വിധേയനാകുന്നു. ബാബുരാജിന് താൽക്കാലിക ചുമതല നൽകുന്നു. ബാബുരാജും ആരോപണ വിധേയനാകുന്നു. ഇനി ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംഘടനയ്ക്കെതിരെ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വേണം, ഒരു നടി തന്നെ വേണം എന്നൊരു തീരുമാനത്തിലാണ്. പക്ഷെ അത് ആരാണെന്നുള്ളതിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന് പറയാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിലപാട് പറയാൻ വളരെ ചുരുക്കം സ്ത്രീകളെ രംഗത്തെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഉർവശിയെ പോലെ ശ്വേതാ മേനോനൊക്കെ വളരെ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് പ്രതികരിച്ചത്. അല്ലാതെ ഒരു നിലപാട് പറയാൻ ആരും ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങനെ നിലപാട് പറഞ്ഞ സ്ത്രീകളാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ നിന്നും പുറത്തായി WCC രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഏത് വനിതയാകും എത്തുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. മറ്റൊന്ന്, ടോം സൂചിപ്പിച്ചത് WCCയിലെ അംഗങ്ങൾ അമ്മയിലേക്ക് വരുമോ, അല്ലെങ്കിൽ അവരെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കുമോ? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ WCCയെയും അമ്മയോടൊപ്പം ഒരുമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ WCCയിലെ അംഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം പല അംഗങ്ങളുടെയും ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പേര് ജഗദീഷാണ്. നമുക്കറിയാം, സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ജഗദീഷ് അമ്മ സംഘടനയുടെ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നു. അതിന് വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് പൊതുസമൂഹം നൽകിയത്. ഒപ്പം താരങ്ങളും ഉർവശിയും ഹൻസിബയും ശ്വേതാ മേനോനുമൊക്കെ ജഗദീഷിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജഗദീഷിനെയും പരിഗണിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വനിതയെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിർത്താം, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരാം, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്നൊരു തീരുമാനമായിരിക്കും അമ്മ എടുക്കുക. അത് WCCയിലെ അംഗങ്ങളാണോ, അതോ WCCയെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനമാകുമോ എടുക്കുന്നതെന്ന് നമുക്കിനി വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എന്തായാലും അതൊരു സസ്പെൻസ് തന്നെയാണ്. കാരണം ജഗദീഷിനെ പോലെയുള്ള ആളുകൾ വന്നാൽ ഈ അമ്മയിൽ മാറ്റം ഉണ്ടാകും, ഈ പുരുഷ മേധാവിത്വത്തിനൊക്കെ ഒരു മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വനിതാ പ്രവർത്തകരുണ്ട്. ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകുമോ, അതോ ഏതെങ്കിലും വനിതാ താരങ്ങളെ ഇതിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂടുതൽ